അന്താരാഷ്ട്ര രാഷ്ട്രീയ ഭൂപടത്തിൽ പശ്ചിമേഷ്യ വീണ്ടും കനലരിയുന്നൊരഗ്നിപർവ്വതമായി മാറിയിരിക്കുകയാണ്. ഒരു വശത്ത് സമാധാന ചർച്ചകളുടെ നേരിയ പ്രത്യാശകൾ ഉയർന്നുവരുമ്പോൾ, മറുവശത്ത് മറ്റൊരു വൻ യുദ്ധത്തിന്റെ കറുത്ത നിഴലുകൾ മേഖലയെ വിഴുങ്ങാനൊരുങ്ങി നിൽക്കുന്നു എന്നതാണ് വസ്തുത. അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള മുജത്തബ ഖമേനിയും തമ്മിലുള്ള കടുത്ത വാക്പോരുകളും സൈനിക നീക്കങ്ങളും ലോകത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ ചില നിർണായക സംഭവവികാസങ്ങൾ പുറത്തുവരുന്നത്. യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക മുന്നോട്ടുവച്ച പുതിയ നിർദ്ദേശങ്ങളോട് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ തിങ്കളാഴ്ച മെയ് 18-ന് ഔദ്യോഗികമായി പ്രതികരിച്ചിരിക്കുന്നു. അയൽരാജ്യമായ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രഹസ്യവും പരസ്യവുമായ നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നത്. എന്നാൽ ഈ ചർച്ചകൾ ഒരു യഥാർത്ഥ വഴിത്തിരിവിലേക്ക് നയിക്കുമോ, അതോ മേഖലയെ കൂടുതൽ വലിയൊരു സായുധ സംഘട്ടനത്തിലേക്ക് തള്ളിവിടുമോ എന്നാണ് ലോകമിപ്പോൾ ഉറ്റുനോക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സഖ്യം ഇറാനെതിരെ വീണ്ടും ഒരു വിനാശകരമായ ആക്രമണത്തിന് കോപ്പകൂട്ടുന്നു എന്ന ശക്തമായ റിപ്പോർട്ടുകൾ നിലനിൽക്കെയാണ് ഇസ്ലാമാബാദ് കേന്ദ്രീകരിച്ച് ഈ സമാധാന ശ്രമങ്ങൾ നടക്കുന്നത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട ഔദ്യോഗിക പ്രസ്താവന പ്രകാരം മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ നയതന്ത്ര ചാനലുകൾ വഴി അമേരിക്കയുമായി നിരന്തരം സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട്. എന്നാൽ അമേരിക്കൻ ഭരണകൂടം മുന്നോട്ടുവച്ചിരിക്കുന്ന ആവശ്യങ്ങൾ തികച്ചും അമിതവും ഇറാന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നതുമാണെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി ചൂണ്ടിക്കാണിക്കുന്നു. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാർസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അമേരിക്ക 5 പോയിന്റുകളടങ്ങുന്ന ഒരു കടുത്ത നിബന്ധനകളുടെ പട്ടികയാണ് ഇറാന് കൈമാറിയിരിക്കുന്നത്. ഇതിൽ ഇറാന്റെ ആണവ പദ്ധതികളെ പൂർണ്ണമായും തകർക്കുന്ന തരത്തിലുള്ള ആവശ്യങ്ങളാണുള്ളത്. ഇറാൻ തങ്ങളുടെ ഒരൊറ്റ ആണവ കേന്ദ്രം മാത്രം പ്രവർത്തനത്തിൽ നിലനിർത്തണമെന്നും തങ്ങൾ കഠിനാധ്വാനത്തിലൂടെയും ശാസ്ത്രീയ മുന്നേറ്റത്തിലൂടെയും നിർമ്മിച്ചെടുത്ത ഉയർന്ന സമ്പുഷ്ടി യുറേനിയത്തിന്റെ മുഴുവൻ ശേഖരവും അമേരിക്കയ്ക്ക് കൈമാറണമെന്നുമാണ് ട്രംപ് ഭരണകൂടത്തിന്റെ പ്രധാന ആവശ്യം. ഒരു പരമാധികാര രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ആത്മാഭിമാനത്തെയും ദേശീയ സുരക്ഷയെയും പണയം വെച്ചുകൊണ്ട് ഇത്തരം അന്യായമായ ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ കഴിയില്ലെന്ന ശക്തമായ നിലപാടിലാണ് ഇറാൻ. അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ സമ്മർദ്ദതന്ത്രങ്ങൾക്കെതിരെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഖായി പത്രസമ്മേളനത്തിൽ വ്യക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയുണ്ടായി. തങ്ങളുടെ ന്യായമായ ആശങ്കകളും അവകാശങ്ങളും പാകിസ്ഥാൻ മധ്യസ്ഥൻ വഴി അമേരിക്കൻ പക്ഷത്തെ കൃത്യമായി അറിയിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്ക തങ്ങളുടെ സാമ്രാജ്യത്വ മനോഭാവം വെടിഞ്ഞ് യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ മാത്രമേ ചർച്ചകളിൽ പുരോഗതിയുണ്ടാകൂ എന്ന സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാതെ മേഖലയിൽ ശാശ്വതമായ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി കൃത്യമായ മുൻവ്യവസ്ഥകളാണ് ഇറാൻ മുന്നോട്ടുവച്ചിരിക്കുന്നത്. ഏതൊരു ചർച്ചയും ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അമേരിക്ക ചില അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഉറപ്പു നൽകണമെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ മേഖലകളിലും യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നതാണ്. പ്രത്യേകിച്ച് ഇസ്രയേൽ നിരന്തരം ആക്രമിക്കുന്ന ലെബനോൺ പോലുള്ള പ്രദേശങ്ങളിൽ അടിയന്തിരമായി സമാധാനം ഉറപ്പാക്കണം. കൂടാതെ ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രൂരവും നിയമവിരുദ്ധവുമായ സാമ്പത്തിക ഉപരോധങ്ങൾ പൂർണ്ണമായും പിൻവലിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. വർഷങ്ങളായി അന്താരാഷ്ട്ര ബാങ്കുകളിൽ അമേരിക്ക മറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഇറാന്റെ ദശലക്ഷങ്ങളാണ് ഡോളർ വരുന്ന സാമ്പത്തിക ആസ്തികൾ ഉപാധികളില്ലാതെ വിട്ടുകൊടുക്കണമെന്നും അമേരിക്കയും സഖ്യങ്ങളും ഇറാനെതിരെ നടത്തിയ ആക്രമണങ്ങൾ വരുത്തിവെച്ച വൻ നാശനഷ്ടങ്ങൾക്ക് യുദ്ധനഷ്ടപരിഹാരം നൽകാൻ അമേരിക്ക ബാധ്യസ്ഥരാണെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. എല്ലാറ്റിനുപരിയായി ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കടൽപാതയായ ഹോർമുസ് കടലിടുക്കിനുമേലുള്ള ഇറാന്റെ നിയമപരവും പരമാധികാരവുമായ അവകാശങ്ങൾ അമേരിക്ക ഔദ്യോഗികമായി അംഗീകരിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. ഇറാന്റെ ഈ ആവശ്യങ്ങൾ കേവലം നിബന്ധനകളല്ല, മറിച്ചു തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയും സാമ്പത്തിക സ്വാതന്ത്ര്യവും ഉറപ്പാക്കുവാനുള്ള ന്യായ പ്രതിരോധ നയതന്ത്രമാണ്. മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇറാൻ എപ്പോഴും മുൻകൈയെടുക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഒമാനുമായി ചേർന്ന് അവർ നടത്തുന്ന നയതന്ത്ര നീക്കങ്ങൾ. അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയുടെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള സുരക്ഷിത കപ്പൽ ഗതാഗതം ഉറപ്പാക്കുന്നതിനായി ഇറാൻ നേതാക്കൾ ഒമാനി ഭരണകൂടവുമായി തീവ്ര ചർച്ചകളിലാണ്. കഴിഞ്ഞയാഴ്ച ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ ഇരു രാജ്യങ്ങളിലെയും ഉയർന്ന തലത്തിലുള്ള വിദഗ്ധർ പങ്കെടുത്ത യോഗം വിജയകരമായി പൂർത്തിയായി. പാശ്ചാത്യ ശക്തികളുടെ ഇടപെടലുകൾ ഇല്ലാതെ തന്നെ മേഖലയിലെ സുരക്ഷ പ്രാദേശിക രാജ്യങ്ങൾക്ക് സ്വയം പരിപാലിക്കാൻ കഴിയുമെന്നാണ് ഇറാൻ ഇതിലൂടെ തെളിയിക്കുന്നത്. വിദേശ ശക്തികൾ മേഖലയിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഇറാൻ അയൽ രാജ്യങ്ങളുമായി സൗഹൃദവും സഹകരണവുമാണ് ആഗ്രഹിക്കുന്നത്. വക്താവ് ഇസ്മയിൽ ബഖായി പ്രസ്താവിച്ചതുപോലെ മേഖലയിലെ ഒരു
രാജ്യങ്ങൾക്കും ഇറാന് ശത്രുതയില്ല, അവരെക്കാലത്തും സ്ഥിരമായ അയൽക്കാരായിരിക്കും. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കുതന്ത്രങ്ങളിൽ വീണുപോകാതെ ജാഗ്രത പാലിക്കണമെന്നും വിദേശ ശക്തികളെ മേഖലയിലേക്ക് ക്ഷണിച്ചുവരുത്തുന്നത് ഒടുവിൽ വലിയ വിപത്തിന് കാരണമാകുമെന്നും ഇറാൻ ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം സുരക്ഷയ്ക്കുപരിയായി മേഖലയുടെ മൊത്തത്തിലുള്ള സ്ഥിരതയ്ക്കാണ് ഇറാൻ മുൻഗണന നൽകുന്നത്. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സൈനിക നീക്കങ്ങൾ ഇറാന്റെ ആശങ്കകൾ ശരിവരുത്തുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ അടിയന്തര ചർച്ചകൾ മേഖലയിൽ വീണ്ടും ഒരു യുദ്ധത്തിന് തിരികൊള്ളുന്ന നീക്കമാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. ട്രംപ് വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിൽ ഒരു നിർണായക യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. അമേരിക്ക നേരത്തെ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിൽ എന്ന സൈനിക നീക്കം അവസാനിപ്പിച്ചതായി വരുത്തി തീർത്തെങ്കിലും അതിലും ക്രൂരമായ ഓപ്പറേഷൻ സ്ലെഡ്ജ് ഹാമർ എന്ന പുതിയ പേരിൽ ഇറാനെതിരെ പുതിയ ആക്രമണങ്ങൾ നടത്താൻ അമേരിക്ക പദ്ധതിയിടുന്നതായാണ് രഹസ്യ വിവരങ്ങൾ പുറത്തുവരുന്നത്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തുന്ന ഈ യുദ്ധവരി ഇറാന്റെ പ്രതിരോധ വീര്യത്തെ തകർക്കാനുള്ള നീക്കമാണ്. എന്നാൽ തങ്ങളുടെ രാജ്യത്തിന് നേരെയുണ്ടാകുന്ന ചെറിയ ഒരു ആക്രമണത്തിലും കനത്ത തിരിച്ചടി നൽകാൻ ഇറാനിയൻ സായുധസേന പൂർണ്ണ സജ്ജമാണെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. പശ്ചിമേഷ്യൻ പരസ്ഥിതിയിൽ ഇറാൻ എപ്പോഴും തങ്ങളുടെ ആത്മാഭിമാനവും നയതന്ത്ര നൈപുണ്യവും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സാമ്രാജ്യത്വ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ ചർച്ചകളുടെ വാതിൽ തുറന്നിടുമ്പോൾ തന്നെ തങ്ങളുടെ അവകാശങ്ങളിൽ ഒരിഞ്ച് പോലും വിട്ടുവീഴ്ച കൊടുക്കാൻ ഇറാൻ തയ്യാറല്ല. വരാനിരിക്കുന്ന ദിവസങ്ങൾ ലോക ചരിത്രത്തിൽ തന്നെ നിർണായകമായിരിക്കും. ഒന്നുകിൽ അമേരിക്ക തങ്ങളുടെ അമിതമായ ആവശ്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ഇറാന്റെ മുൻവ്യവസ്ഥകൾ അംഗീകരിച്ച് ശാശ്വത സമാധാനത്തിലേക്ക് വരണം, അല്ലെങ്കിൽ ഓപ്പറേഷൻ സ്ലെഡ്ജ് ഹാമർ പോലുള്ള യുദ്ധ ഗൂഢാലോചനകളുമായി മുന്നോട്ടുപോയി ലോകത്തെ ഒരു വലിയ സാമ്പത്തിക സൈനിക ദുരന്തത്തിലേക്ക് തള്ളിവിടണം. എന്തുതന്നെയായാലും സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും പ്രാദേശിക സുരക്ഷിതത്വവും കാത്തുസൂക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന ഈ പോരാട്ടം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. നയതന്ത്രത്തിന്റെ പാതയിലൂടെ ഒരു വഴിത്തിരിവുണ്ടാകുമോ അതോ യുദ്ധകാഹളം മുഴങ്ങുമോ എന്നത് അമേരിക്കയുടെ വിവേകപൂർണമായ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു.